എൻ്റെ പേര് ശ്രുതി ജെ. ഞാൻ HSS ഫോർ ഗേൾസ് വെങ്ങാനൂർ സ്കൂളിലെ SPC സീനിയർ കേഡറ്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത കഥാകൃത്തുമായ ശ്രീ ജേക്കബ് അബ്രഹാം സർ അവറുകളാണ്. അദ്ദേഹം നമ്മുടെ അവധിക്കാലം എങ്ങനെ സർഗാത്മകമാക്കാം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുന്നതാണ്. സാറിനെ SPC ടോക്ക് ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. അങ്ങയുടെ ബാല്യകാലത്തെ അവധിക്കാലം എങ്ങനെയാണ് വിനിയോഗിച്ചിരുന്നത്? വളരെയേറെ സന്തോഷമുണ്ട് SPCയുടെ ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞതിൽ. എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ 80കളിൽ ബാല്യകാലം ചെലവഴിച്ച ഒരാളാണ് ഞാൻ. അന്ന് നമുക്കറിയാം കേരളത്തിൽ കുറച്ചുകൂടെ ഇത്രയും ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒന്നുമില്ലാത്ത 80കളുടെ ഒരു കാലഘട്ടം എല്ലാവർക്കും സങ്കല്പിക്കാവുന്നതാണ്. എൻ്റെ വീട് പത്തനംതിട്ടയിലെ നെല്ലിക്കാല എന്ന ഗ്രാമത്തിലാണ്. നിറയെ മലകളും അരുവികളും ഒക്കെയുള്ള ഒരു വനപ്രദേശം പോലിരിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ നിറച്ച് മരങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ധാരാളം ബാല്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്ന സംഭവം അവധിക്കാലത്ത് ധാരാളം കളിക്കുക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് നമുക്കിന്നറിയാം അന്ന് ധാരാളം മാവും പറങ്കിമാവും ഒരുപാട് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് പക്ഷികളെ പോലെ നമ്മളും കാട്ടുപഴങ്ങളും ഈ മാമ്പഴങ്ങളും ഒക്കെ ശേഖരിക്കുകയും കളിക്കുകയും അത് കഴിക്കുകയും ശരിക്കും ഉല്ലാസകരമായ ഒരു അവധിക്കാലം ആഘോഷിച്ച ഒരു തലമുറയുടെ ഭാഗമാണ് ഞാൻ. കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. പിന്നീടുള്ള എൻ്റെ പല കഥകളിലും ഞാൻ എൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാല്യകാലത്ത് എൻ്റെ വീട്ടിൽ പശുവും ആടും മുയലും അങ്ങനെ വളർത്തു മൃഗങ്ങളൊക്കെ ധാരാളം വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവയെ തീറ്റാൻ കൊണ്ടുപോവുക, പശുവിനെയും കൊണ്ട് നമ്മൾ കുന്നിൻപുറത്ത് പോയി അതിനെ തീറ്റാൻ കൊണ്ടുപോവുക, ആടിന് പുല്ല് വെട്ടാൻ പോവുക, അതുപോലെ മീൻ ഇന്ന് നമ്മൾ ഗപ്പി മത്സ്യമൊക്കെ വലിയ അക്വേറിയങ്ങൾ വളർത്തുന്നില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ തോട്ടിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്ന് നമ്മൾ കുപ്പികളിലൊക്കെ ഇട്ട് വളർത്തുക. അങ്ങനെ അവധിക്കാലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കളികളിൽ ഏർപ്പെടുക, ഒപ്പം വീട്ടിലെ ഈ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുക. പിന്നെ സിനിമ, അന്ന് നമുക്ക് തിയേറ്ററോ അങ്ങനെ വീടുകളിലൊന്നും എല്ലാ വീട്ടിലും TV-യോ VCR-ഓ ഒന്നുമില്ല. അന്ന് VCR-ഉം TV-യും ഒക്കെയാണ്. അപ്പോൾ അതിലെ പറ്റുന്ന സിനിമകൾ കാണുക. അന്ന് നമുക്കൊരു ചാനലേ ഉള്ളൂ, ദൂരദർശൻ എന്ന് പറയുന്ന ചാനലാണ്. അന്നത് ദൂരദർശൻ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത്. അന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കും, ഒരു ചാനൽ മാത്രമുള്ളൊരു കാലം, മൊബൈൽ ഫോണില്ല, ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് പറ്റുന്നത് ഇങ്ങനെ കളിക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന ബാലപ്രസിദ്ധീകരണങ്ങളുണ്ട്, ബാലരമ, ബാലഭൂമി, ബോബനും മോളിയും അങ്ങനെയൊക്കെയുള്ള ധാരാളം മാസികകളും ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതൊക്കെ വായിക്കുക. പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ലൈബ്രറിയിൽ നിന്നൊക്കെ നമുക്ക് അവധിക്കാലത്ത് കിട്ടുന്ന, അന്ന് നമ്മൾ സ്കൂൾ തീരാറാകുമ്പോൾ ഒരു പുസ്തകം നമുക്ക് എടുക്കാം, അങ്ങനെ ആ പുസ്തകം എടുത്തിട്ട് അത് വായിക്കുക. ഇങ്ങനെ വായനയും കളികളും ഒക്കെ ആയിരുന്നു എൻ്റെ അവധിക്കാലം. അത് വളരെ സമ്പന്നമായിരുന്നു. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കും, സാറ്റ് കളിക്കും. സാറ്റ് എന്നൊക്കെ പറഞ്ഞ കളിയുണ്ട്, കണ്ണുപൊത്തിക്കളി എന്നൊക്കെ നമ്മൾ പറയുന്ന സാറ്റ് കളി. പിന്നെ ഈ വയലിൽ പോയുള്ള പല പല കളികൾ. ഇതൊക്കെയായിരുന്നു അന്ന് ബാല്യകാലത്തെ ഓർമ്മകൾ. സർ, പുസ്തകത്തോടും സാഹിത്യത്തോടുമുള്ള അങ്ങയുടെ ബന്ധം എങ്ങനെയാണ് ആരംഭിച്ചത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ പുസ്തക ശേഖരമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. തീർത്തും ദാരിദ്ര്യപൂർണ്ണമായ ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ കുറച്ചുകൂടെ സമ്പന്നമായൊരു അയൽപക്കം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പത്രം വരുത്തുന്നുണ്ട്, പത്രങ്ങളും മാസികകളും ഒക്കെ ആ വീട്ടുകാർ വരുത്തുന്നുണ്ട്. അപ്പം ഞാൻ കൊച്ചിലെയൊക്കെ ആ വീട്ടിൽ പോയിരുന്ന് പത്രം വായിക്കും, അതുപോലെ തന്നെ ഈ മാസികകൾ വായിക്കും. പിന്നെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന്, ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ ദേശത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ലൈബ്രറിയൊന്നുമില്ല, വായനശാലയൊന്നുമില്ല, വളരെ ദൂരെയുള്ള ഒരു വായനശാലയിലേക്ക് നടന്നും സൈക്കിളിലൊക്കെ പോയിട്ട് പുസ്തകം എടുത്തുകൊണ്ട് വരും. എന്നിട്ടിത് വായിച്ച് അത്ഭുതപ്പെടും. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് വായിച്ച് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് ഡ്രാക്കുള എന്ന പുസ്തകമാണ്. നമ്മൾ ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുളയൊക്കെ പലരും വായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രാക്കുള വായിച്ച് നമ്മൾ ഭയന്ന് വിറച്ചു പോകുന്ന ഒരു പുസ്തകമാണ്. ജോനാഥൻ ഹാർക്കറും ഡ്രാക്കുള പ്രഭുവും ഒക്കെ ആയിട്ട് വളരെ രസകരമാണ് ആ പുസ്തകത്തിൻ്റെ വായന. നമ്മളെ പേടിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഭാവനയുടെ ഒരു വലിയ ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ് പുസ്തകങ്ങൾ. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ചപ്പം അതോടൊപ്പം ഞാൻ ഈ റഷ്യയിൽ നിന്ന് വരുന്ന റഷ്യൻ സാഹിത്യം നമുക്ക് റാഗുദ പബ്ലിക്കേഷൻസ് നമുക്ക് പുസ്തകങ്ങൾ മലയാളത്തിലത് വരും. ഓമനയും ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ രണ്ടുപേരായിരുന്നു അന്ന് ട്രാൻസ്ലേറ്റേഴ്സ്, വിവർത്തകർ. കുട്ടികളുടെ അച്ഛൻ്റെ ബാല്യം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കുട്ടി പുസ്തകങ്ങൾ, വളരെ മനോഹരമായ കളർ ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളാണ് നമുക്കൊക്കെ വായിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ അയൽപക്കത്തെ വീട്ടിൽ ആ പുസ്തകങ്ങളും കിട്ടുമായിരുന്നു. വല്ലപ്പോഴും അവിടുത്തെ ചേട്ടന്മാർ വായിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോൾ ഇവാൻ തെർജനേവിൻ്റെ പല പുസ്തകങ്ങളും വായിച്ചു. ടോൾസ്റ്റോയിയുടെ കഥകൾ,
ബഷീറിൻ്റെ കഥകൾ, ഇതൊക്കെ കുട്ടിക്കാലത്ത് ഒരു 10ാം ക്ലാസ്സിന് മുമ്പ് ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇത് വായിച്ചപ്പം എനിക്കും ഇങ്ങനെയൊക്കെ എഴുതിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നി. അതായത് ഭാവനയിൽ നമ്മൾ വേറൊരു ലോകത്തേക്ക് പറന്നു പോവാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് പുസ്തകവായനയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പാസ്പോർട്ടോ മറ്റൊന്നും ഇല്ലാതെ വേറൊരു നാട്ടിലേക്ക്. ഇപ്പോൾ നമ്മൾ JK റോളിങ്ങിൻ്റെ ഹാരി പോട്ടർ വായിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം കൊണ്ട് നമ്മൾ എവിടെ എത്തുന്നു? നമ്മൾ ഇംഗ്ലണ്ടിലോ ഏതെങ്കിലും ഒരു ഈ ഹാരി പോട്ടറിൻ്റെ നാട്ടിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മളൊരു കഥയിലൂടെ ഒരു പാസ്പോർട്ട് ഇല്ലാതെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതുപോലെ അപ്പോൾ ഇങ്ങനൊരു അനുഭവം എനിക്ക് വല്ലാതെ തന്നെ മോഹിപ്പിച്ചു, ഒരു വായനയുടെ വലിയൊരു അനുഭവം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഏപ്രിൽ 23, ഇന്ന് ലോക പുസ്തക ദിനമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ലോക കയ്യെഴുത്ത് ദിനം കൂടിയാണ്. അപ്പം വളരെ എഴുത്തിനും വായനയ്ക്കും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഏപ്രിൽ 23. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം എനിക്ക് തോന്നി ബഷീറിൻ്റെ പുസ്തകവും ഈ പറയുന്ന ഈ റഷ്യൻ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്കും ഇങ്ങനെ എഴുതണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ ആദ്യം കുഞ്ഞു കുഞ്ഞു കഥകൾ, അതിൻ്റെ വായിച്ച പുസ്തകങ്ങളുടെ പ്രചോദനത്തിൽ കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതി. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ ജീവിതവും എൻ്റെ നാടും, ഇവിടുത്തെ മലനിരകളും റബ്ബറും തോട്ടവും വഴികളും ഇവിടുത്തെ മൃഗങ്ങളും പക്ഷികളും ഒപ്പം ഇവിടുത്തെ പുഴയും കിണറിലെ വെള്ളവും ഒക്കെ പശ്ചാത്തലമായ കഥകൾ എഴുതണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ എൻ്റെ നാട് പശ്ചാത്തലമായ കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതി തുടങ്ങി. അപ്പം അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മത്സരങ്ങൾ വരുമല്ലോ, സാഹിത്യ മത്സരങ്ങൾ സ്കൂളിൻ്റെ ഭാഗമായിട്ട്. ഇന്നിപ്പം സർഗസാഹിത്യ വേദിയൊക്കെ ഉണ്ട് എല്ലാ സ്കൂളുകളിൽ, അല്ലേ? വിദ്യാരംഗം വേദിയുണ്ട്. അങ്ങനെ പല പരിപാടികളും സ്കൂളുകളിൽ വായനയ്ക്കും എഴുത്തിനും സാഹിത്യ പ്രചാരണത്തിനും വേണ്ടി ഉണ്ട്. അന്ന് നമുക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും അവസാനത്തെ പീരീഡ്, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മീറ്റിംഗ് എന്നൊരു പരിപാടിയായിരുന്നു. ആ മീറ്റിങ്ങിന് നമുക്ക് കഥ എഴുതുന്നവർക്ക് കഥ അവതരിപ്പിക്കാം, പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം, മിമിക്രി അവതരിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു പീരീഡായിരുന്നു മീറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ കഥകളൊക്കെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ അധ്യാപകർ, ടീച്ചർമാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ധാരാളം മത്സരങ്ങളൊക്കെ അന്ന് വരും, സാഹിത്യ മത്സരങ്ങൾ സ്കൂളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നടത്തുന്ന മത്സരങ്ങൾക്കെല്ലാം ഞാൻ പങ്കെടുക്കും. ചിലതിന് സമ്മാനം കിട്ടും, ചിലതിന് കിട്ടില്ല. പിന്നെ സ്കൂൾ കഴിഞ്ഞ് ഉപജില്ലാ തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും, ജില്ലാ തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തൊന്നും ഞാൻ വന്നിട്ടില്ല, ആ സമയത്തൊന്നും ഞാൻ മത്സരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ജില്ലയിൽ നടക്കുന്ന സ്കൂളിൽ നടക്കുന്ന പരിപാടികൾക്കെല്ലാം ഇങ്ങനെയുള്ള സാഹിത്യ മത്സരങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് കേരളോത്സവം എന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലെ യുവതി യുവാക്കൾക്ക് സാഹിത്യ സർഗശേഷി പ്രകടിപ്പിക്കാനുള്ളൊരു വലിയ ഉത്സവമാണ് കേരളോത്സവം. കേരളോത്സവത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു അംഗനവാടിയാണ്, ഒരു ബാലവാടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, അംഗനവാടി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു കുറേ കുട്ടികളും മുതിർന്നവരൊക്കെ ചേർന്ന് ഇത് മത്സരിക്കാൻ പോകും ഞങ്ങളുടെ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിൽ. അപ്പോൾ ഈ കേരളോത്സവത്തിൽ കഥയ്ക്കും കവിതയ്ക്കും ഉപന്യാസ രചനയ്ക്കും എല്ലാം എനിക്കായിരുന്നു 1ാം സമ്മാനം എപ്പോഴും കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു കലാപ്രതിഭയൊക്കെ ആയി ഒരു പ്രാവശ്യം കേരളോത്സവത്തിൽ. അതോടുകൂടി ഇപ്പം എഴുതാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്നുള്ള ഭാവനയിൽ സ്വപ്നം കാണാനും ഭാവനയിലൂടെ കാര്യങ്ങളെ സൃഷ്ടിക്കാനും ഒക്കെയുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ഞാനും തിരിച്ചറിഞ്ഞു, എൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരും തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ പ്രോത്സാഹനത്തോടു കൂടി വീണ്ടും ഞാൻ എഴുത്തിലേക്ക് ഈ ധാരാളം പുസ്തകങ്ങൾ വായിക്കാനും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാഹിത്യ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി, എഴുത്തുകാരെ കാണാനും. ഇതാണ് എൻ്റെ വഴി, ഈ എഴുത്തിൻ്റെ മേഖലയാണ് എൻ്റെ വഴിയെന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്കൂൾ തലം തൊട്ട് ഈ സാഹിത്യ രംഗത്തേക്ക് വരുന്നത്. സർ, ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അവധിക്കാലം പുസ്തകങ്ങളോടും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളോടും ചേർന്ന് ഫലപ്രദമായി വിനിയോഗിക്കാൻ അങ്ങ് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് പല ഗവൺമെൻറ്റുകളും പല വിദേശ സർക്കാരുകളും അല്ല നമ്മുടെ നാട്ടിലുള്ള പല ഗവൺമെൻറ്റുകളൊക്കെ കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കാനുള്ള പല മാർഗ്ഗങ്ങളും തേടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ നമുക്ക് അതിൻ്റെ സ്വാധീനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു മായിക ലോകത്ത് നമ്മൾ റീൽസ് ഇങ്ങനെ തോണ്ടി റീൽസ് കാണുന്ന കാഴ്ച, അപ്പം മൊബൈലിൻ്റെ ലോകത്താണ് കുട്ടികൾ എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം സ്വന്തമായി എടുത്തു കഴിഞ്ഞാൽ പുസ്തക വായനയുടെ ശീലത്തിലേക്ക് വരുന്നൊരു കുട്ടിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാവനയുടെ വലിയ ലോകത്തേക്ക് അവന് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ അവധിക്കാലത്ത് നിങ്ങളൊരു 10 പുസ്തകം
2 മാസം അവധി ഉണ്ടല്ലോ. അപ്പോൾ ഒരു 10 പുസ്തകമെങ്കിലും മിനിമം, ഞാൻ 10 എന്നുള്ളത് വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. ധാരാളം കുട്ടികൾ വായിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ഞാൻ മലയാളം മിഷൻ്റെ റേഡിയോയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ റേഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വിവിധ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അതിൽ നല്ല മിടുക്കരായ കുട്ടികൾ വായിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദിവസവും പുസ്തകം വായിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, പുസ്തകശീലം കയ്യിൽ വന്നാൽ ആ കുട്ടിക്ക് ഒരുപാട് ഭാവനയുടെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പം ഞാൻ പറയുന്ന ഒരു മിനിമം ഒരു 10 പുസ്തകമെങ്കിലും നിങ്ങൾ ഈ അവധിക്കാലത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മനോഹരമായൊരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. ഒന്നെന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം പല ജാനേഴ്സ് ഉണ്ട്, പല രീതികളിലുള്ള പുസ്തകങ്ങളുണ്ട്. ക്രൈം ത്രില്ലേഴ്സ് ഉണ്ട്, റൊമാൻറ്റിക് പുസ്തകങ്ങളുണ്ട്, ഒപ്പം ബാലകഥകളുണ്ട്, ഒപ്പം നമ്മുടെ ചരിത്രപരമായിട്ടുള്ള അറിവുകൾ സമ്മാനിക്കുന്ന പുസ്തകങ്ങളുണ്ട്, യാത്രാവിവരണ കൃതികളുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് മേഖലയാണോ ആ മേഖല തിരഞ്ഞെടുത്ത് വായിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാനായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് മലയാളത്തിൽ അവരുടെ സ്വന്തം ഭാഷയിൽ അവരുടെ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ അവധിക്കാലത്ത് വേണമെങ്കിൽ ഒരു ഡയറി കയ്യിൽ കരുതാം. നിങ്ങൾക്കൊരു നല്ലൊരു പേര് കൊടുത്തിട്ട് ആ ഡയറിക്ക് നിങ്ങൾക്കൊരു പേര് കൊടുക്കുക. നമ്മൾ പല ഓമന മൃഗങ്ങൾക്ക്, പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ നായയ്ക്കൊക്കെ നമ്മൾ പേര് കൊടുക്കുന്നുള്ളൂ, വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക്. അതുപോലെ നിങ്ങളുടെ ഡയറിക്ക് ഒരു പേര് കൊടുക്കുക. ആ ഡയറിയിൽ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന്, ഞാൻ ഇന്നൊരു പുസ്തകം വായിച്ചു. നിങ്ങൾ അവധി ദിവസം മുഴുവൻ പുസ്തകം വായിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രാവിലെ ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് പുസ്തകം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ച പുസ്തകത്തെ പറ്റി ആ ഡയറിയിൽ എഴുതി വെക്കാം. അതിലെ കഥാപാത്രങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച വരികൾ, അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 പേജ് ഡയറിയിലെ 2 താൾ ഒരു പുസ്തകത്തിനായിട്ട് കൊടുത്തിട്ട് അവസാനം നിങ്ങൾ ഈ അവധിക്കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഇത്രയും വായിച്ചല്ലോ എന്നൊരു ഈ ഒരു അത്ഭുതം നിങ്ങൾക്ക് അവസാനം തോന്നും. ആ ഡയറി നിങ്ങൾക്ക് എന്നും അടുത്ത വർഷവും നിങ്ങൾക്ക് വീണ്ടും ആ ഡയറി നോക്കാം. ഇതേ ആക്ടിവിറ്റി വീണ്ടും നിങ്ങൾക്ക് തുടരുകയും ചെയ്യാം. അങ്ങനെ അവസാനം നമ്മൾ കുറേ സ്കൂൾ വർഷമൊക്കെ കഴിയാറാകുമ്പോഴത്തേക്ക് നമ്മൾ 5-6 ഡയറികൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം പുസ്തകങ്ങൾ വായിച്ചത് നമുക്കറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ പുസ്തക വായനയ്ക്കൊപ്പം ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് എഴുതി തുടങ്ങാം. പുസ്തക വായനയ്ക്ക് എന്തായാലും നമ്മുടെ വായന, ഇപ്പം ഒരു അറിവിനെ എപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തൊരു അറിവ് സ്വീകരിക്കാം. വെറുതെ നമ്മൾ പുസ്തകം വായിച്ച് കൂട്ടുന്നതിനുപരി ആ അറിവിനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിനെ ക്രിയേറ്റീവായിട്ട്. ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് അതിനെപ്പറ്റി ഒരു റിവ്യൂ എഴുതാം. അതൊരു പ്രൊഡക്റ്റീവായ പ്രക്രിയയാണ്. ഒരു റിവ്യൂ, ഒരു നിരൂപണം, അല്ലെങ്കിൽ ഒരു പുസ്തകക്കുറിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പണ്ട് കൊച്ചിലെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട പോലെ ഒരു പുസ്തകം വായിച്ചിട്ട് എനിക്കും ഇതുപോലൊരു കഥ എഴുതണം, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം, അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതണം എന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പുതിയൊരു മാർഗത്തിലേക്ക് നിങ്ങൾ പോകും. അതും വേണം നിങ്ങൾക്ക് ഈ ഡയറിയിൽ എഴുതാം. ഞാൻ ഇന്നൊരു കഥ എഴുതുന്നു, എൻ്റെ വീടിനെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തെ പറ്റി. അവധിക്കാലത്ത് നമ്മൾ ധാരാളം യാത്ര പോകുമല്ലോ. മിക്കവാറുള്ളവരൊക്കെ കുട്ടികളും കുടുംബം മൊത്തം നമ്മൾ യാത്ര പോകും. ഒരു യാത്രാവിവരണം എഴുതാം ഡയറിയിൽ. നിങ്ങൾ പോയ സ്ഥലത്തെപ്പറ്റി, മൂന്നാറിലേക്കോ ഊട്ടിയിലേക്കോ എവിടേക്കാണ് നിങ്ങൾ പോകുന്ന സ്ഥലത്തെപ്പറ്റി ഒരു യാത്രാവിവരണം എഴുതാം. ഒപ്പം എനിക്ക് പറയാനുള്ള, നിങ്ങളൊരു കത്ത് എഴുതാം നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ. നമ്മൾ ഇന്ന് മൊബൈൽ ഫോണിൻ്റെയും വാട്സാപ്പിൻ്റെയും കാലത്ത് നമ്മൾ മെസ്സേജുകളാണ് പരസ്പരം അയക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക്, ഞാൻ പലപ്പോഴും പല ക്രിയേറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ പറയുന്നത് കത്ത് എഴുതിപ്പിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ ഞാനിപ്പോഴും കത്തെഴുതുന്ന ഒരാളാണ്, പലർക്കും കത്തെഴുതാറുണ്ട്. അപ്പം കത്തെഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ മെസ്സേജിൻ്റെ ഒരു സന്ദേശത്തിലുപരി മറ്റേത് നമ്മൾ 1-2 വരിയെ നമ്മളൊരു സന്ദേശത്തിൽ എഴുതാറുള്ളൂ മൊബൈൽ ഫോണിൽ, വാട്സാപ്പിൽ. മറ്റേ കത്തിൽ നമ്മൾ 1-2 പേജിൽ ഒരു വലിയൊരു ഭാവനയുടെ ലോകം കത്തിൽ പോലും ഉണ്ടാകും. അപ്പോൾ ഒരു കത്ത് എഴുതാൻ പഠിച്ചാൽ പോലും അതൊരു വലിയ കാര്യമാണ് ഈ അവധിക്കാലത്ത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ഈ അറിവിനെ, പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന അറിവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ എത്രമാത്രം പുസ്തകം ശേഖരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക. നിങ്ങളുടെ ബന്ധുക്കളോട് പറയുക, നിങ്ങൾക്ക് സമ്മാനമായിട്ട് വരുമ്പോൾ അവരോട് എനിക്കൊരു പുസ്തകം വാങ്ങിത്തരും. അപ്പം നിങ്ങൾക്കൊരു വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കാൻ പറ്റും ഈ അവധിക്കാലത്ത്. ഒരു ഹോം ലൈബ്രറി നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലൊക്കെ ഒരു ഹോം ലൈബ്രറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലപ്പോഴും, അതെൻ്റെ ഹോം ലൈബ്രറി എന്നുള്ളതും നമുക്കെപ്പോഴും സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് വലിയ വില വരും. എല്ലാ മനുഷ്യരുടെ ഒരു പ്രധാന ഗുണം അതാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു അപ്പോൾ അച്ഛനും അമ്മയോ നമുക്കൊരു ഹോം ലൈബ്രറി ഉണ്ടാക്കി തന്നെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ സ്വയം ഒരു ഹോം ലൈബ്രറി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളതിനെ പരിപാലിക്കാനും പുസ്തകങ്ങൾ അടുക്കി വെക്കാനും പുസ്തകങ്ങളെടുത്ത് വായിക്കാനും ഒക്കെ നമുക്ക് തോന്നും. അതൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളെപ്പറ്റിയും നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരോട് പണ്ടത്തെ കാര്യങ്ങൾ അന്വേഷിക്കാം. അവരോട് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ 80കളിലെ കുട്ടിക്കാലം പറഞ്ഞ പോലെ, പിന്നെ അതുപോലെ തന്നെ വാക്കുകളെ ശേഖരിക്കുക.
അപ്പം നമ്മുടെ പല വാക്കുകളും നമ്മുടെ പ്രയോഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രാദേശിക ഭാഷയായാലും പല പ്രാദേശിക ഭാഷകളും വാക്കുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഉപയോഗിക്കാതെ നമ്മൾ ചിലത് ഉപയോഗിക്കാതാകുമ്പോൾ അതങ്ങ് നശിച്ചു പോകുന്ന പോലെ. അപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ വാക്കുകൾ ഞാൻ പറഞ്ഞ ഈ ഡയറിയിൽ എഴുതി വെക്കാം. 1-2 വാക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അവരോടൊക്കെ സംസാരിക്കാം, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം, കേൾക്കാം. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ സർഗാത്മകമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഡയറി ഒരു പുസ്തകത്തിൻ്റെ വലിയൊരു പ്രയോജനം ചെയ്യും. നിങ്ങളൊരു സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ ഈ ഡയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പുസ്തകം എഴുതിയതുപോലെ തോന്നും. ഇതാണ് എനിക്ക് നൽകാനുള്ളൊരു ആക്ടിവിറ്റി ഈ അവധിക്കാലത്ത്, ഈ ഒരു വായനയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തി. പുസ്തകങ്ങൾ വായിക്കുന്നത് വ്യക്തിത്വ വികസനത്തിനും ആത്മവിശ്വാസത്തിനും സഹായിക്കുന്നു എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ഒരാളുടെ രൂപം മാത്രമല്ല. ഒരു രൂപം പ്രധാന ഒരു ഘടകം തന്നെയാണ്. രൂപം നമ്മുടെ വ്യക്തിത്വം, പലരും പക്ഷേ തെറ്റിദ്ധരിച്ച് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ രൂപം എന്ന് മാത്രമാണ് പലരും പറയുന്നത്. പക്ഷേ അറിവ് എന്നുള്ളത് ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം, ഒരു സഹജീവികളോട് എങ്ങനെ നമുക്ക് കരുണ, സ്നേഹം, ഇതൊക്കെ നമുക്കിങ്ങനെയുള്ള വികാരങ്ങൾ, അതോടൊപ്പം തന്നെ ഭാവന കാണാനുള്ള കഴിവുകൾ, ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ശേഷി, ഇതെല്ലാം നൽകുന്നത് പുസ്തകങ്ങളാണ്. വേറെ ഒരു ട്രെയിനിങ്ങും നമുക്ക് അങ്ങനെ നേടിയെടുക്കാൻ കഴിയില്ല. നമുക്കൊരു ക്ലാസ്സിൽ പോയി, ഒരു വ്യക്തിത്വ വികാസ ക്ലാസ്സിൽ പോയതിനേക്കാൾ കിട്ടുന്നതിനേക്കാൾ വലിയ അറിവുകൾ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിത്വ വികാസത്തിന് തന്നെ ധാരാളം കൃതികളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. നമുക്ക് ആ പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരുപാട് അറിവുകൾ തീർച്ചയായിട്ടും പുസ്തകങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ ധാരാളം പേര് നമുക്ക് നോക്കിക്കറിയാം, നമ്മുടെ സ്റ്റീവ് ജോബ്സ്, ആപ്പിളിൻ്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ധാരാളം പേര് ഒരു പുസ്തകം ആഴ്ചയിൽ, എല്ലാവരും തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകത്തെ ഉയർന്നു വന്ന പല വ്യക്തിത്വങ്ങളും പുസ്തകങ്ങളിലൂടെയാണ് അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വായനാശീലങ്ങൾ വളർത്താൻ അങ്ങ് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം വായനയ്ക്ക് വലിയ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള വലിയ വന്നിട്ടുണ്ട്. വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് പല സർക്കാരുകളും സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളുകൾ ഇപ്പം നല്ല വായനാ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് നല്ല ഒന്നാന്തരം ലൈബ്രറികളുണ്ട്. കുട്ടികളെ വായിക്കാനായിട്ട് അവരെ കൊണ്ടുപോയി ലൈബ്രറി മണിക്കൂർ അല്ലെങ്കിൽ ലൈബ്രറി പീരീഡ് ലൈബ്രറി പീരീഡ്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല മാറ്റങ്ങളാണ് സ്കൂളുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളുകളിൽ 1-2 പീരീഡ് പൂർണ്ണമായിട്ടും വായനയ്ക്ക് വേണ്ടിയും കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ഒരു അധ്യാപകർ ശരിക്കും അങ്ങനെ ഒരു രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളുകൾ മാറേണ്ടതുണ്ട്. വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വായനയിലൂടെ സ്കൂളുകൾക്ക് അങ്ങനെയൊക്കെ കുട്ടികളെ മാറ്റി തീർക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ, ഈ അധ്യാപകരും രക്ഷിതാക്കളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈലിൻ്റെ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ മാത്രമാണ്. ഇപ്പം നമ്മൾ പുറത്തേക്ക് കുട്ടികളെ വിടുന്നു, പലരും പറയും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടുമെന്ന് പറയും. പക്ഷേ പുറത്തേക്ക് വിട്ടാലും കുട്ടികൾ അവിടെ പോയിരുന്ന് മൊബൈലുമായിട്ടിരിക്കുകയാണ്. പക്ഷേ വായിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ, അവരെ വായിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് ഈ പറയുന്ന പുസ്തകങ്ങളിലൂടെ പുതിയൊരു ലോകം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ സ്കൂളുകളിൽ ധാരാളം പുസ്തകങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക. ഒരു കുട്ടിക്ക് ഒരു പുസ്തകം എല്ലാ ദിവസവും കൊടുക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ വീടുകളിലും മാതാപിതാക്കൾ പുസ്തകങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക, അതിലൂടെ നല്ല കൂട്ടുകാരായി പുസ്തകങ്ങളെ മാറ്റി തീർക്കുക. അപ്പോൾ ഒരിക്കലും അവർ തെറ്റിൻ്റെ പാതയിലേക്കോ മറ്റു വഴികളിലേക്കോ സഞ്ചരിക്കാതെ ഈ പുസ്തകങ്ങളിലൂടെ അവർക്ക് തങ്ങളുടെ വ്യക്തിത്വവും പുതിയ അറിവുകളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ അഭിപ്രായത്തിൽ വായന പോലെ തന്നെ അവധിക്കാലത്ത് കുട്ടികൾക്ക് പരീക്ഷിക്കാവുന്ന കലകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് നഗരങ്ങളിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. നഗരങ്ങളിലൊക്കെ ധാരാളം ഈ സമ്മർ വർക്ക്ഷോപ്പുകളുണ്ട്, സമ്മർ ക്ലാസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള ധാരാളം. ഇപ്പം ജവഹർ ബാലഭവൻ അടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ആയാലും ഒരു സമ്മർ വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് നല്ല രസകരമായ ഒരു കാര്യമാണ്. ഞാൻ വളരെ വലിയൊരു ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ ക്രിക്കറ്റ് അക്കാദമിയിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പോർട്സ് നിങ്ങൾക്ക് പഠിക്കാം, ഫുട്ബോൾ, നീന്തൽ, അങ്ങനെയുള്ള ധാരാളം സ്പോർട്സ് കാര്യങ്ങൾ പഠിക്കാം. അതോടൊപ്പം തന്നെ നൃത്തകലകൾ അഭ്യസിക്കാൻ കഴിയും ഈ അവധിക്കാലത്ത്. അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങൾ, സംഗീതം പഠിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ളത് എന്തും പഠിക്കാൻ പറ്റിയ സമയമാണ് അവധിക്കാലം. എനിക്ക് തോന്നുന്നത് ഇതൊരിക്കലും പാഴാക്കി കളയരുത് ഈ അവധിക്കാലം. സ്കൂളിൻ്റെ സിലബസിനപ്പുറത്തേക്ക്
നമ്മൾ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാറുണ്ടല്ലോ, സിലബസിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അവധിക്കാലം. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ചെയ്തിരുന്നു. ഞാൻ അന്ന് പലർക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രായമുള്ളവർ പലരും ചെയ്യുന്നുണ്ടാവാം. ഈ തീപ്പെട്ടി പടങ്ങൾ ശേഖരിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ടോ അറിയില്ല, ഞങ്ങൾ നാട്ടിലിറങ്ങി നടന്ന് അന്ന് നല്ല രസമാണ് തീപ്പെട്ടി പടങ്ങൾ കാണാൻ. തീപ്പെട്ടി പടങ്ങൾ പോയി ശേഖരിച്ച് അതൊരു അലുമിനിയം ബോക്സിനകത്തൊക്കെ ഇട്ട് അവധിക്കാലത്ത് വെക്കുന്ന വലിയൊരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു. ഒരു ഹോബിയായിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാമ്പ് കളക്ഷൻ, പലതരം സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുക, ഇതൊക്കെ നല്ല രസകരമായ വായനയും എഴുത്തും പോലെ നമുക്ക് ഉല്ലാസം തരുന്ന, മനസ്സിന് ഉല്ലാസം തരുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ തന്നെ. നമ്മൾ അതുപോലെ തന്നെ ബേർഡ് വാച്ചിങ്, പക്ഷി നിരീക്ഷണം, ചിത്രശലഭങ്ങളെ കാണാൻ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങയുടെ കൃതികളിൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന ഏതെങ്കിലും കവിതയോ വരികളോ ഒന്ന് പങ്കുവയ്ക്കാം? തീർച്ചയായിട്ടും. ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു ചെറിയ കഥ വായിക്കാം. അപ്പുവും മിലിയും എന്നാണ് ഈ കഥയുടെ പേര്. അപ്പുവും മിലിയും. ngീ ngീ അപ്പു അപ്പു. ഉത്സവം കഴിഞ്ഞ് അപ്പു പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ് മിലിയുടെ കരച്ചിൽ. കുട്ടിയാനയ്ക്ക് അപ്പു എന്ന ഓമന പേരിട്ടത് മിലി തന്നെയാണ്. അമ്പലത്തിലെ ആൽച്ചുവട്ടിൽ കിണി 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 എന്ന് ചങ്ങലയും കിലുക്കി രസിച്ച് നിൽക്കുകയായിരുന്ന അവനെ ഒറ്റ നോട്ടിൽ തന്നെ മിലിക്ക് ഇഷ്ടമായി. എൻ്റെ കൈയും വലിച്ചു പിടിച്ച് അവൾ കുട്ടിയാനയ്ക്ക് മുമ്പിൽ നിൽപ്പായി. അങ്കിൾ, ഇവൻ്റെ പേരെന്താ? പാപ്പാൻ വലിയ ഗമയിൽ ഒറ്റശേഖരം നീലകണ്ഠൻ എന്ന് പറഞ്ഞു. അത് മിലിക്ക് ഇഷ്ടമായില്ല. ഇവൻ്റെ പേര് അപ്പു. അപ്പു, അത് മതി അല്ലേ അച്ഛാ? മിലി എന്നെ നോക്കി പറഞ്ഞു. ഞാൻ തലയാട്ടി. അപ്പു അപ്പു. മിലി കുട്ടിയാനയെ അങ്ങനെ വിളിച്ചപ്പോൾ അവൻ സന്തോഷത്തോടെ പാളച്ചെവിയാട്ടി. ഇവളാൾ മിടുക്കിയാണല്ലോ. പാപ്പാൻ മിലിയെ പുകഴ്ത്തി. അപ്പുവിൻ്റെ അടുത്ത് മിലിയെ നിർത്തിയ ഞാൻ അപ്പോൾ കണ്ട ഒരു കൂട്ടുകാരനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അമ്പലം മതിലിനടുത്തേക്ക് നിന്നു. ഇതിനിടയിൽ പാപ്പാൻ കുട്ടിയാനയുമായി അമ്പലത്തിനോട് ചേർന്ന് ഒഴുകുന്ന പുഴയിലേക്ക് പോകുന്നത് കണ്ടു. മിലി ഓടി വന്ന് എന്നോട് അനുവാദം ചോദിച്ചിട്ട് അവർക്ക് പിന്നാലെ ഓടി. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും നാട്ടുവർത്തമാനങ്ങളിലേക്ക് ഞാൻ ഓളിയിട്ടു. 10 ദിവസത്തെ ഗംഭീര ഉത്സവം ദേശത്തിൻ്റെ പെരുമയാണ്. ഇട്ടിരുന്ന ഉടുപ്പെല്ലാം നനച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് മിലി ഓടി വന്നു. കുളി കഴിഞ്ഞ കുട്ടിയാനയും മിലിയും ഒരുമിച്ചാണ് വന്നത്. അമ്പലം മുറ്റത്ത് നിന്നും വീട്ടിലേക്കുള്ള വഴി നിറയെ അവൾ അപ്പുവിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. അച്ഛാ, അപ്പു വെള്ളം കുടിക്കുന്നത് കാണാൻ ബഹുരസമാണ് കേട്ടോ. നീണ്ട മൂക്ക് വെള്ളത്തിലിട്ട് കീഴോട്ടും മീലോട്ടും അവൻ ആട്ടും. അപ്പോൾ തുമ്പിക്കൈ നിറയെ വെള്ളം കയറും. പിന്നെ ഒരൊറ്റ ചീറ്റിക്കലാ. വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും അങ്ങനെ. ആ വികൃതി എൻ്റെ പുറത്തും കുറേ വെള്ളം ചീറ്റി. മിലിയുടെ അപ്പുവിശേഷം കേട്ട് ഞങ്ങൾ വീട്ടുപടിക്കലെത്തി. അവളുടെ അമ്മൂമ്മയെ കണ്ടതും എൻ്റെ കൈ വിട്ട് ബാക്കി കഥ പറയാനായി മിലി ഓടി. അന്ന് രാത്രി വീട് മുഴുവൻ അപ്പുക്കഥകൾ അവൾ നിരത്തി. അശ്വതിയും അമ്മയും അച്ഛനും അവളുടെ കഥ കേട്ട് ചിരിച്ചു. പിറ്റേന്ന് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് മിലി അവളുടെ അപ്പൂപ്പൻ്റെ കൂടെയാണ് ഉത്സവപ്പറമ്പിൽ അപ്പുവിനെ കാണാൻ പോയത്. ബൈക്കിൻ്റെ ശബ്ദം വീട്ടുമുറ്റത്ത് കേട്ടപ്പോൾ തന്നെ മിലി ഓടി വന്നു. അച്ഛാ, ഇന്നൊരു ഭയങ്കര സംഭവം ഉണ്ടായി. നമ്മുടെ അപ്പു ഇന്നൊരു മരത്തിനിടയിൽ കുടുങ്ങിപ്പോയി. എന്നെ കണ്ടവൻ ഭയങ്കര കളിയായിരുന്നു. കളിച്ച് ഒരു മരത്തിൻ്റെ കവട്ടക്കിടയിൽ തല കുരുങ്ങി. എല്ലാവരും ഓടിക്കൂടി. ഒടുവിൽ പാപ്പാൻ അങ്കിൾ ഒരു വിധത്തിൽ അവനെ രക്ഷിച്ചു. മിലി കഥ തുടരവേ അച്ഛൻ ഇറങ്ങി വന്നു. എടാ ഗോപ, ഇവൾ എന്തൊരു കരച്ചിലായിരുന്നു. ആനക്കുട്ടി രക്ഷപ്പെട്ട പിന്നെ കരച്ചിലൊന്ന് നിർത്തിയത്. മിലി ഞാൻ കൊണ്ടുവന്ന പലഹാരപ്പൊതിയുമായി അകത്തേക്ക് ഓടിപ്പോയി. 4ാമത്തെ ദിവസം മിലി കുട്ടിയാനയുടെ പുറത്ത് കയറിയ വിശേഷം പറഞ്ഞത് അശ്വതിയാണ്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അപ്പു അപ്പു എന്നെ വീഴ്ത്തല്ലേ എന്ന് മിലി ഉറക്കത്തിൽ പറയുന്നത് കേട്ട് ഞങ്ങൾ ചിരിച്ചുപോയി. ഞങ്ങളുടെ പറമ്പിൽ രുചിയുള്ള നീണ്ട പുല്ലുകൾ വളരുന്നുണ്ടെന്ന് പറഞ്ഞാണ് മിലി പാപ്പാനുമായി ഉത്സവത്തിൻ്റെ 6ാമത്തെ ദിവസം വീട്ടിൽ വന്നത്. അമ്മയുടെ വകയായി പഴുത്ത ഒരു പാളംകോടൻ കൊലയും അവളുടെ പാപ്പാൻ അങ്കിളിന് കിട്ടി. അച്ഛൻ ഒരു മുണ്ടും സമ്മാനിച്ചു. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തേങ്ങ, വാഴപ്പഴം എന്നിവയൊക്കെ അപ്പുവിന് സപ്ലൈ ചെയ്യുന്ന ജോലിയും മിലി ഏറ്റെടുത്തു. അപ്പു അവളുടെ തലയിൽ തുമ്പിക്കൈ ചേർത്ത് വെച്ച് സ്നേഹപ്രകടനം നടത്തി. ഉത്സവം തീരുന്നതിൻ്റെ തലേ ദിവസമാണ് മിലി കാടിനെക്കുറിച്ച് ചോദിച്ചത്. അച്ഛാ, ശരിക്കും ആനകളുടെ വീട് കാടല്ലേ, പിന്നെ എങ്ങനെ നാട്ടിൽ വന്നു? മിലിയുടെ ചോദ്യത്തിന് എനിക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്സവത്തിന് കൊടിയിറങ്ങിയ ദിവസം ഞാൻ ലീവ് എടുത്തു മിലിയുമായി അമ്പലപ്പറമ്പിലെത്തി. രാവിലെ തൊട്ടേ അവൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അപ്പുവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വിശേഷങ്ങൾ അവൾ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കരിവളയും ബലൂണും കളിപ്പാട്ടുകളും ഒന്നും മിലി ചോദിച്ചില്ല. യാത്ര പറയാനായി പാപ്പാൻ ഗോവിന്ദൻ വന്നപ്പോൾ ഞാൻ അയാൾക്ക് മിലിയുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് പണം നൽകി. ഉത്സവത്തിൽ നിന്ന് ആളുകളും കടകളും ഒഴിഞ്ഞു തുടങ്ങി. അപ്പു പോകുന്നതും മിലി നോക്കി നിന്നു. കലബല മിണ്ടുന്ന മിലി വീട് വരെ ഒന്നും മിണ്ടിയില്ല. പിന്നെ തുടങ്ങി ngീ എന്ന കരച്ചിൽ. അപ്പു അപ്പു എന്ന കരച്ചിൽ അതിപ്പോഴും ഈ വീട്ടിൽ കേൾക്കാം. ഒരു SPC കേഡറ്റായി ഞങ്ങൾ സമൂഹത്തിൽ സജീവമായി ഇടപെടുന്നവരാണ്. ഈ അവധിക്കാലം സാമൂഹിക സേവനവും വായനാശീലിയും എങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയും?
എനിക്ക് ശരിക്കും വളരെ ബഹുമാനമുള്ള ഒരു സേനയാണ് SPC കേഡറ്റുകളുടെ സേന. ഞാൻ പലപ്പോഴും കാണാറുണ്ട് സ്കൂൾ സമയങ്ങളിൽ നിങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതും, അതുപോലെ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ SPC കേഡറ്റുകളുടെ സേവനവും സ്കൂളിൻ്റെ അകത്തെ സേവനവും ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും നമ്മുടെ ഈ കുട്ടി സേനയെ പറ്റിയുണ്ട്. ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവധിക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. കാരണം ഒന്നെന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ വളരെ ദയനീയമായ രീതിയിൽ, വളരെ വിഷമം വരുന്ന രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ചൂട് കൂടുന്നതുകൊണ്ട് പല കുട്ടികളും പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള 2 കുട്ടികൾ ഈയിടയ്ക്ക് മരിച്ചു. വലിയൊരു നോവായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ വീടും ചുറ്റുപാടും ശ്രദ്ധിക്കുകയും ഇഴജന്തുക്കളോ മറ്റു ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് അത് SPC കേഡറ്റുകൾക്ക് സ്കൂളിൻ്റെ പരിസരത്തും അത് ചെയ്യാവുന്ന കാര്യമാണ്. 2 ധാരാളം നമുക്കറിയാം, നമുക്ക് തന്നെ ദാഹിക്കുന്ന ഒരു ചൂടുകാലമാണിത്. നിങ്ങൾക്ക് ഞാൻ പണ്ട് ഒരു റേഡിയോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുരുവിക്കൊരു അരുവി എന്നൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. നിങ്ങൾക്ക് കിളികൾക്ക് വെള്ളം വെക്കാം, കിളികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ചെറിയ പാത്രങ്ങളിൽ വെള്ളം കൊണ്ട് വെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വീടിനും ചുറ്റുവട്ടവും നിങ്ങളുടെ സ്കൂളിനും ചുറ്റുവട്ടമൊക്കെ പരിപാലിക്കുകയും പുതിയ മരങ്ങൾക്കും ചെടികൾക്കും ഈ ചൂടിൽ ദാഹിച്ചു നിൽക്കുന്നതിനൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ കഴിയുന്നൊരവസരമാണ്. അങ്ങനെയുള്ള നല്ല സർഗാത്മകമായ നിരവധി പരിപാടികൾ SPC കേഡറ്റുകൾക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അത് നിങ്ങൾ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നുണ്ടാവും ഓൾറെഡി തന്നെ. സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലും സജീവമാവാൻ പറ്റും. പിന്നെ ഒപ്പം തന്നെ എല്ലാ വീടുകളിലും കുട്ടികളെ നിങ്ങളൊരു സേന എന്ന നിലയിൽ കുട്ടികൾക്ക് പുസ്തകത്തിലൂടെ അറിവിലൂടെ മോചനം, അറിവിലൂടെ സർഗാത്മകത എന്നൊരു സന്ദേശം ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിവിധ പരിപാടികൾ ആവിഷ്കരിക്കാൻ പറ്റും. ഇതുപോലുള്ള ചർച്ചകൾ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, എന്തെങ്കിലും മത്സരങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ SPCക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സമയം നമ്മോട് ചെലവഴിച്ച സാറിന് SPCയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.